ജപാകുസുമസങ്കാശം കശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. തമോഗ്നം ഇരുട്ടിനെ അകറ്റുന്ന, സർവപാപഘ്നം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, കാശ്യപേയം കശ്യപകുലത്തിൽ ജനിച്ച മഹാദ്യുതി അങ്ങേയറ്റം പ്രഭാവത്തോടു കൂടിയ ആദിത്യനെ ഭഗവാനെ ഞാനിതാ പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ആദിത്യൻ്റെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ച ചെയ്യുന്നു ആദിത്യൻ്റെ കുംഭ രാശിയിലേക്കുള്ള സംക്രമം. എന്നാണ് കുംഭത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കുക. 1201 കുംഭമാസം 1-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 4:05 AM ആ സമയത്തോടു കൂടെയാണ് കുംഭരവി സംക്രമം നടക്കുന്നത്. ഇവിടെ സൂര്യൻ പ്രവേശിക്കുന്നത് ഉത്തരായനത്തിലാണ്. മകരമാസം ഉത്തരായനം ആരംഭിച്ചു. പക്ഷെ മകരവും കുംഭവും സൂര്യൻ്റെ ശത്രുക്ഷേത്രങ്ങളാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് തൻ്റെ പുത്രനായ ശനി. ശത്രു മന്ദസിതൗ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ള ശ്ലോകം തന്നെ. അതിൻ്റെ ആരംഭം അങ്ങനെയാണ്: ശത്രു മന്ത്രസിതോ സമശിസുതോ മിത്രാണി ശേഷാരവേഹേ. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ പരമശത്രുവാണ് സ്വന്തം പുത്രനായ ശനിയും പിന്നെ ശുക്രനും. ഛായാമാർത്താണ്ഡ സംഭൂതം, സൂര്യൻ്റെ ഛായയിൽ നിന്നും ജനിച്ച ഗ്രഹമാണ് ശനി. പക്ഷെ ശനി ആ ദൃഷ്ടി ജനിച്ച ഉടനെ സൂര്യനെ നോക്കുമ്പോൾ തന്നെ സൂര്യൻ്റെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി. പിന്നെ അദ്ദേഹം സ്വന്തം മകനെ കാണാൻ പോയിട്ടില്ല. ഏതായാലും ഇവിടെ ശത്രുക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ കുംഭത്തിൽ എപ്രകാരം മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു മാസക്കാലമാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ ഒരു മാസക്കാലം എപ്രകാരമായിരിക്കും? കുംഭം രാശിക്ക് 2 പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. കുംഭത്തിന് ഹൃദ്രോഗം എന്നൊരു പേരുള്ള രാശിയാണ് കുംഭൻ. ഹൃദ്രോഗം ആ രാശി ഉണ്ടാക്കുന്ന 2 രോഗങ്ങളാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, മറ്റൊന്നെന്താണ്? ബധിരത്വം, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അതിനാൽ ഹൃദയത്തിൻ്റെ കാരകനാണ് സൂര്യൻ. അസ്ഥിയുടെയും ഹൃദയത്തിൻ്റെയും കാരകനാണ്. ഹൃദ്രോഗം ചിന്തിക്കണമെങ്കിൽ സൂര്യൻ ദുർബലമായിട്ട് ജാതകത്തിൽ വേണം. 10-ാം ഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസ്, അദ്ദേഹം വലിയ കാർഡിയോളജിസ്റ്റാവും, ഹൃദ്രോഗ വിദഗ്ധനാവും അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ. എത്രയോ ജാതകങ്ങൾ ഞാൻ നിർണയിച്ചിട്ടുണ്ട് അപ്രകാരം. ഇവിടെ സൂര്യൻ കുംഭൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിലെ സൂര്യൻ്റെ ആശ്രയ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ദുഃഖാർത്തോ വിദനഃ അടനഃ അനിർദരതിഹി തീഷ്ണശ്ച കുംഭേ സ്ഥിതൗ. കുംഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ദുഃഖാർത്ഥ, ദുഃഖത്താൽ ആർത്തനാകും. ദുഃഖേനാർത്ഥ ദുഃഖാർത്ഥ, ദുഃഖത്താൽ പീഡിതനാകും. വിധനഃ വിഗതം ധനം യസ്യ സഹ, ധനം മുഴുവൻ കൈവിട്ടു പോകും. ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. അടനഃ അടതീതി അടനഃ, പരിഭ്രമണശീലം ഉണ്ടാകും, കറങ്ങി തിരിക്കാൻ വളരെ ഇഷ്ടപ്പെടും. അനിർദരതിഹി, അനിർദത്തിൽ രതിയുണ്ടാകും. ഋതം സത്യമാണ്. അസന്മാർഗികമായ രീതിയിലൊക്കെ, അസത്യസന്ധമായ രീതിയിലൊക്കെ സഞ്ചരിക്കും. അനിർദരതിഹി, അങ്ങനെയുള്ള വാസനകൾ ഉണ്ടാകും. തീഷ്ണശ്ച, സ്വഭാവത്തിൽ തീഷ്ണത പുലർത്തും. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള സൂര്യൻ്റെ ആശ്രയഫലം. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ അപ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർക്കിടകൻ രാശിക്കാരാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്രകാരം ചിങ്ങൻ രാശിയിലാണെങ്കിൽ സവിസ്തരം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മാരാർജിയിലേക്ക് സ്വാഗതം.
മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ആദ്യത്തെ നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചോളം അത്ര മഹനീയമായ ഭാവമൊന്നുമല്ല. എങ്കിലും 9ലെ സൂര്യൻ പലപ്പോഴും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതായി കാണാം. 9ലെ സൂര്യന് പറഞ്ഞിരിക്കുന്ന ഫലം ധർമാർത്ഥ സുഖഭാഗ്, ധനം, ധർമ്മം, സുഖം ഇതൊക്കെ ലഭിക്കുമെന്നാണ്. പക്ഷേ ചതുർക്ഷേത്രത്തിലെ സൂര്യനാണ്. 9 നിൽക്കുന്ന സൂര്യൻ പലപ്പോഴും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചൊവ്വയും അവിടെ എത്തും. സൂര്യനും ചൊവ്വയും തമ്മിലുള്ള യോഗം എന്താണ്? നല്ലൊരു യോഗമല്ല. അഘരതം, പാപരതി ഉണ്ടാകുമെന്നാണ്. അതിനാൽ അനാവശ്യമായ വിഷയങ്ങളൊക്കെ പോയി തൻ്റെ വിലപ്പെട്ട ഊർജം, സമയം മെനക്കെടാൻ പാടില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ട. ഇവിടെ 3ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. തൻ്റെ സഹോദരനാണ്, സഹായിയാണ്. തൻ്റെ ദക്ഷകർണ സഹായൗച്ച, തൻ്റെ വലത്തെ ചെവിയാണ്, തൻ്റെ സഹായികളാണ്. ഇതൊക്കെയാണ് 3ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ സൂര്യൻ നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്, നല്ലതാണ്. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദിവാനായികയെ ദുഷ്ടത കോണയാതെ. 9ൽ സൂര്യൻ വരുമ്പോൾ ചില ദുഷ്ട സ്വഭാവങ്ങളൊക്കെ കാണിക്കും. എന്നാൽ ചാപ്നോതി ചിന്താവിരമ അസ്യച്ഛത, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും ചിന്തയ്ക്ക് അവസാനമില്ല. ഹി വിൽ തിങ്കിങ്. അതൊരു രോഗമാണ്. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി, തനിക്ക് ഇഷ്ടമില്ലാതെ തപസ്, പ്രാർത്ഥന ചെയ്യുക, മറ്റുള്ളവരെ നിർബന്ധത്തിന് വഴങ്ങി തനിക്ക് പ്രാർത്ഥന ചെയ്യുന്ന അവസ്ഥയുണ്ടാവുക, അതിലൂടെ മനസ്സിന് അസ്വസ്ഥത വരിക. ക്രിയാതുങ്കതാം, ജോലിയിൽ വളരെയധികം മാറ്റങ്ങൾ വരും. ഉയർന്ന ജോലിയാണ്, അവിടെ അധികാരം പവർ വരും. പക്ഷേ തപ്പിയതേ സഹോദരേണ, സഹോദരനാൽ തനിക്ക് ദുഃഖം വരും. ഇവിടെ സഹോദരന് വളരെ ദോഷമുള്ള സമയമാണ്. അതിനാൽ സഹോദരൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. തപ്പിയതേ സഹോദരനാണ്, സഹോദരനാൽ തനിക്ക് ദുഃഖം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം സൂര്യൻ പിതൃകാരകനാണ്, പിതാവിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. 9ാം ഭാവം പൈതൃകമാണ്, പിതാവാണ്. അവിടെ പിതൃകാരകനായ സൂര്യൻ നിൽക്കുന്നത് നല്ലതല്ല. അതിനാൽ പിതാവിൻ്റെ ആരോഗ്യ വിഷയം വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നന്നായി പരിഹാരം ചെയ്യുക. തൻ്റെ പ്രായമുള്ള അച്ഛൻ്റെ പേരിലൊക്കെ മൃത്യുഞ്ജയം ചെയ്യണം, സഹോദരൻ്റെ പേരിലും ചെയ്യണം. മിഥുനൻ രാശിക്കാർ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് വർത്തിക്കാൻ പറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്തേ.